ഈ ഏരിയ അത്ര സുഖമല്ല, അല്ല ഈ ഏരിയ സൂപ്പർ ഏരിയ. അതിനെന്താ പറയുക? അതേപോലെ തന്നെ നമ്മുടെ ഒരു ടൂറിസം മേഖലയാണ് ഏരിയ എന്ന മേഖലയാണ്. ഇത് ടൂറിസം മേഖല. ഇപ്പം നമ്മുടെ കേരളത്തിലെ പല പ്രദേശങ്ങളും സൂപ്പർ ടൂറിസം മേഖലകളാണ്, ഏരിയകളാണെന്ന് ആൾക്കാരോട് പറയാം. അതെങ്ങനെ പറയാം? മനാത്തിക് സിയാഹിയ, ഹാദ മനാത്തിക് മുംതാസ്. ഈ മനാത്തിക്, മന്തിക എന്നാൽ ഏരിയ ആണ്. ഇത് ഒരു ടൂറിസം മേഖലയാണ്, ടൂറിസം ഏരിയയാണ്. മനാത്തിക് സിയാഹിയ. അതേപോലെ തന്നെ ഒരു ഗ്രാമീണ, ഇപ്പം എൻ്റെ നാടൊക്കെ ഒരു ഗ്രാമമാണ്, വലിയ ടൗണൊന്നുമല്ല എന്നൊക്കെ നിങ്ങൾ അറബിനോട് പറയാം. അതാ ബൈത്തന ഫി മനാത്തിക ഷഅബിയ എന്നാണ് പറയുക. ഗ്രാമീണ മേഖലകൾക്ക് മനാത്തിക ഷഅബിയ, മനാത്തിക ഷഅബിയ. അപ്പം നമ്മളെ ആൾക്കാർ സൗദിയിലും ദുബായിലും പല ഭാഗത്തും ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്നവർ അവർ ജോലി ചെയ്യുന്ന പ്രദേശത്തെ പറ്റി പറയും മനാത്തിക ഷഅബിയ. ഞങ്ങൾ മനാത്തിക ഷഅബിയ, ഞങ്ങളൊരു ഗ്രാമീണ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. മനാത്തിക്, മന്തികയുടെ മേഖല എന്ന മന്തികയുടെ പ്ലൂറലാണ് മനാത്തിക്. അതാണ് ഇന്നത്തെ പ്രധാനം. മന്തിക ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മന്തിക എന്ന് പറഞ്ഞാൽ മേഖല, ഏരിയ. ഓക്കെ, മനാത്തിക്. ഓക്കെ, മനാത്തിക് ഷഅബിയ, ഗ്രാമീണ ഏരിയ. മനാത്തിക് അല്ല തിജാരിയ, ഹാദ മനാത്തിക് തിജാരിയ, ബിസിനസ് മേഖലയാണത്. മനാത്തിക് തിജാരിയ. വേറെ മനാത്തിക് സിയാഹിയ. മനാത്തിക് സിയാഹിയ ടൂറിസം മേഖലയാണ്. ടൂറിസ്റ്റുകൾക്ക് എന്താ പറയുക? മുസയ്യഹ് എന്ന് പറയും. ടൂറിസ്റ്റുകൾ മുസയ്യഹീൻ. ഇപ്പം ഞങ്ങളൊരു സ്ഥലത്ത് പോയി, അവിടെ ചെന്ന സമയത്ത് അസ്സലാമു അലൈക്കും അഹ്ന മുസയ്യഹീൻ, ഞങ്ങളിവിടെ വന്ന ടൂറിസ്റ്റുകളാണ്. അപ്പം നമുക്കൊരു ആധാരം ഉണ്ടാവും. അഹ്ന മുസയ്യഹീൻ, ഞങ്ങൾ ടൂറിസ്റ്റുകളാണ്. ഹാദാ വേൻ മക്കാനല്ല സിയാഹിയ, മക്കാൻ എന്ന പ്ലേസ്. അതേപോലെ മന്തികയുടെ മറ്റൊരു ഭാഗമാണ് മക്കാൻ. അതിന് കോമൺ ഏരിയ ഉള്ള സാധനമാണ് മക്കാൻ എന്ന് പറയുന്നത്. അത് സ്ഥലം എന്ന അർത്ഥത്തിനാണ്. അതേ സ്ഥാനത്ത് മേഖല എന്ന് പറയുമ്പോൾ വേനല്ല മനാത്തിക് സിയാഹിയ അഹ്സൻ എന്തൊക്കും നിങ്ങളടുത്തുള്ള ഏറ്റവും നല്ല ടൂറിസം പ്ലേസുകൾ അല്ലെ ടൂറിസം മേഖലകൾ ഏതാണ് എന്ന് ചോദിക്കാം. മനാത്തിക്, ഹാദൽ മനാത്തിക് മുംതാസ, ഈ സ്ഥലങ്ങളൊക്കെയും ഏരിയകളൊക്കെ സൂപ്പറാണ്. ഹാദ മനാത്തിക് ഷഅബിയ, ഇതൊരു ഷഅബിയ. ഇതിൽ കുറേ വാക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. മനാത്തിക് ഷഅബിയ ഒരു ഗ്രാമീണ മേഖലകളാണെന്ന് പറയും. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈർ, മഅസ്സലാമ.